ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇക്കാര്യത്തിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ല. പിന്നെ ആരടി തെറ്റിയത്? കല്യാണ ദിവസം വരെ എങ്ങനെയെങ്കിലും ഒന്നും സഹിക്ക്. നാട്ടിലോ നിങ്ങളുടെ കൂടെയോ വേറെ എവിടെയെങ്കിലും ആയിപ്പോയാലോ? ഈ തങ്കത്തിനൊരു പരാതിയുമില്ല. എല്ലാം പെട്ടെന്ന് സുഖമാവട്ടെ തങ്കം. നമുക്കെല്ലാം ശരിയാക്കാം. മമ്മി, 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 എന്താ മോളെ? വാട്ട് ഈസ് ദിസ് മമ്മി? വെഡിങ് കാർഡിൽ വെക്കാൻ എന്റെ ഫോട്ടോ ഞാൻ നവീന് കൊടുത്തതാണല്ലോ. എന്നിട്ട് ഇവളുടെ ഫോട്ടോ എങ്ങനെ ഇതിൽ വന്നത്? ഓ, ഞാൻ അറിയാതെ മമ്മി ഇത് മാറ്റി കൊടുത്തല്ലേ? ഇല്ല മോളെ, ഞാനൊന്നും ചെയ്തില്ല. മമ്മി എന്നോട് ഇങ്ങനെ കള്ളം പറയരുത് മമ്മി. അന്ന് വെഡിങ് കാർഡിൽ വെക്കാൻ ഞാൻ ഫോട്ടോ കൊടുത്തപ്പോ മമ്മി ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. സത്യം പറ, മമ്മി തന്നെയല്ലേ ഇത് മാറ്റി കൊടുത്തത്? എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. സിനി, എന്താ ഇതൊക്കെ? എനിക്കും അറിയില്ല മാം. മമ്മി, നവീന്റെ കാര്യത്തില് ആവശ്യമില്ലാത്ത ഇടപെടലുകൾ അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞപ്പോ മമ്മി അത് വിശ്വസിച്ചില്ലല്ലോ. ഇത് അതിനുള്ള തെളിവല്ലേ? അവളെ വിളിച്ചേ, വിളിക്കാൻ. ഇതിനുള്ള മറുപടി ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കും. കൃഷ്ണ, കൃഷ്ണ, ഇവിടെ വാ. എന്താ മേഡം? ഇതാ, ഈ വെഡിങ് കാർഡിൽ ഗാധമോളുടെ ഫോട്ടോയ്ക്ക് പകരം നിന്റെ ഫോട്ടോ എങ്ങനെയാ വന്നത്? ചോദിച്ചത് കേട്ടില്ലേ നീ? ആരാ നവീൻ ഈ ഫോട്ടോ കൊടുത്തതെന്ന് പറയണേ പറഞ്ഞേ. അത് നവീൻ എടുത്ത ഫോട്ടോയാ. നവീൻ നിന്റെ ഫോട്ടോ എടുത്തോ? എവിടെ വെച്ച്? അത് ഞാൻ പറയാം മാഡം. നവീൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എനിക്ക് തിരിച്ച് എന്താ ചെയ്യാൻ പറ്റുക? നിനക്ക് എന്താടി തിരിച്ച് ചെയ്യാൻ പറ്റാത്തെ? നവീന്റെ ഒപ്പം നിനക്ക് കളരിക്കൽ പോണം. എന്നിട്ട് നവീനോടൊപ്പം നിനക്ക് ബെഡ്റൂമിൽ കഴിയണോ അല്ലേ? മാഡം, ഇക്കാര്യത്തിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ല. പിന്നെ ആരടി തെറ്റിയത്? കല്യാണ ദിവസം വരെ എങ്ങനെയെങ്കിലും ഒന്നും സഹിക്ക്. അത് കഴിഞ്ഞാ പിന്നെ ഒന്നും വേണ്ടി വരില്ലല്ലോ. പറ
പറയുന്നൊന്ന് കേക്ക് മോളെ. ഗാഥ, അത് ചെയ്യരുത്. കല്യാണക്കുറി കീറുന്നത് ദോഷമാണ്. ഇത് നീ കൊണ്ടുപോയിക്കോടി. ഇനി ഈ വീട്ടിനകത്ത് ഇത് കണ്ടു പോരുത്. എന്നിട്ടേ ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ ശരിക്കൊന്ന് കാണുന്നുണ്ട്. ഗാഥയുടെ ഇഷ്ടങ്ങളിൽ തൊട്ടാലേ തൊട്ടവരനുഭവിച്ചേ പറ്റൂ. എന്നും ഏതെങ്കിലും വിധത്തിൽ പ്രശ്നങ്ങൾ മാത്രം നിന്നെ കൊണ്ടുണ്ടായിട്ടുള്ളൂ. പെറ്റ തള്ളയുടെ ഗുണം. ചേച്ചി, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഞാൻ കാശ് വാങ്ങിയ അടിമയല്ലേ. പക്ഷെ സുഖമില്ലാതെ കിടക്കുന്ന എന്റെ അമ്മയെ ചീത്ത പറയരുതെന്നൊന്നും പറയണം. കേട്ടു നിൽക്കാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട് കൃഷ്ണൻ. പെട്ടെന്ന് ഇതൊക്കെ അവസാനിക്കട്ടെ, എന്നിട്ട് കൃഷ്ണൻ പൊയ്ക്കോ. കച്ചവടം ഉറപ്പിച്ചത് ഞാന്. എന്റെ പാവമ്മയ്ക്ക് അതൊന്നും അറിയില്ല. ചാവാൻ തീരുമാനിച്ചാലും വെറുതെ വീട്ടില്ലാന്ന് ചിലരുടെ തീരുമാനം.